റസൂലല്ലാഹി ഫിഹാ മുഖല്ലദാ. കാരുണ്യത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന ആ സങ്കടത്തിന്റെ കണ്ണീർ കടയിലേക്ക് ഈമാനോടെ ശബ്ദം കേൾക്കോ. ഈ ലോകം പടക്കാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ, എല്ലാത്തിലേക്കും കാരുണ്യമായ മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചാണ്ട ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ, ആ പുണ്യനബി ഈ ലോകത്തോട് വിട പറയുന്ന എല്ലാവരും ദുഃഖിക്കുന്ന റസൂലുള്ളാഹിന്റെ ആ മരണത്തിനോട് മല്ലടിക്കുന്ന സന്ദർഭം കണ്ട് ഫാത്തിമ ബീവി പൊട്ടിക്കരയുന്നു. വാ കർബത്താബി, വാപ്പാന്റെ സങ്കടമേ എന്ന് ഫാത്തിമ ബീവി പൊട്ടിക്കരയുമ്പോ റസൂലുള്ളാഹി സമാധാനിപ്പിക്കുന്നു. ലാ കർബാബികി ബഅദല്ലോ, ഈ നിമിഷം കഴിഞ്ഞാൽ ബാപ്പക്ക് സങ്കടമില്ല. ആ എല്ലാവരും ദുഃഖിക്കുന്ന ആ മരണപ്രാണത്തിൽ ചരിത്രം പറയുന്നു, ജിബ്രീലിനെ കാണാൻ ആവശ്യപ്പെടുന്നു. ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് മരണത്തിന്റെ സമയത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്താണ് ജിബ്രീലേ ചോദിക്കുമ്പോ, അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ ആകാശം സന്നദ്ധമാണ്, എല്ലാവരും അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു, സ്വർഗം തയ്യാറായിരിക്കുന്നു. പറഞ്ഞു, ഇല്ല, എനിക്ക് സമാധാനമില്ല, എന്നെ സന്തോഷിപ്പിക്കുന്ന വാർത്ത തരൂ ജിബ്രീൽ. റസൂലുള്ളാഹിക്ക് ചലനമില്ല, സ്വന്തമായി ബ്രഷ് ചെയ്യാൻ കഴിയുന്നില്ല. എത്രത്തോളം തന്റെ പ്രിയപ്പെട്ട പോറ്റുപുത്രൻ ഉസാമയോട് റസൂലുള്ളാഹി പറയുന്നു, ഉസാമാ, ആദ്യവാശീലന്റെ മരണവേദന എളുപ്പമാക്കാൻ ദുആ ചെയ്യണം. റസൂലുള്ളാഹിനെ ദുആ ചെയ്തല്ല, അല്ലാഹുമ്മ ഹബ്ബിന അലൈയ സക്കറാത്തിൽ മൗത്ത്. റസൂലുള്ളാഹിന്റെ ആ മരണവേദന എത്രത്തോളം വെണ്ണയിൽ നിന്നും നൂലിനേത് പ്രകാരമാണോ എടുക്കുന്നത്, അത്രയും മൃദുലമായ രീതിയിലാണ് പിടിച്ചത്. റസൂലുള്ളാഹിന്റെ റൂഹ് നെഞ്ചിലെത്തുമ്പോ ജിബ്രീൽ എന്ന മലക്ക് തിരിഞ്ഞെടുക്കുന്നു. റസൂലുള്ളാഹി ചോദിക്കുന്നു, ജിബ്രീലേ, എന്താ അവസാന ഘട്ടത്തിൽ എന്നോട് പിണക്കം? നബിയേ, അങ്ങയുടെ റൂഹിനെ പിടിക്കുമ്പോ സങ്കടം കാണാൻ പറ്റാതെ തിരിച്ചു പോയതാ. ആ നബിതങ്ങൾ പറഞ്ഞു, ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്. ആ മരണപ്രാണത്തിൽ ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, എന്തിനാണ് ഉമ്മയെക്കാൾ, എന്തിനാണ് മക്കളെക്കാൾ മുത്തുനബിയെ സ്നേഹിക്കുന്നത്? രണ്ട് സന്ദർഭം ഞാൻ പറഞ്ഞു. മൂന്നാമത്തത് മരണപ്രാണമാ, മരണത്തിനോട് മല്ലടിക്കുന്ന സമയമാ. ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ മഹ്ശറിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കടക്കുന്നത് അങ്ങാണ്, അതുപോലെ തന്നെ അങ്ങയുടെ സമുദായമാണ്. ആ സമയത്ത് മുത്ത് പറഞ്ഞു, അല്ലാഹ്, ഇപ്പോഴാണ് ജിബ്രീലേ എന്റെ മനസ്സിന് സമാധാനമായത്. ഒന്നുകൂടി പറയട്ടെ, മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന് റൂഹിനെ പിടിക്കുമ്പോ അവസാന നിമിഷം റസൂലുള്ളാഹിന്റെ ചുണ്ട് ചലിക്കുന്നു. ഫാത്തിമ ബീവി ചിന്തിക്കുന്നു, ഫാത്തിമത്തു കബ്ദീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ വാപ്പക്ക് ഞാൻ ഏറ്റവും ഇഷ്ടമാണ്. അവസാനമായി എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് വല്ലതും പറയുമായിരിക്കുമെന്ന് പറഞ്ഞ് തന്റെ ശ്രവണമുടങ്ങൾ കൂർപ്പിച്ച് കേൾക്കുന്നു. ഇല്ല, ഫാത്തിമയോടൊന്നും പറയാറില്ല. ചിന്തിക്കുന്നു, ഞാൻ അവിടുത്തെ ഇഷ്ടഭാചനമാണല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്
ഭർത്താവ് അവസാനമായി എന്നോട് വല്ലതും പറയുമായിരിക്കുമെന്ന് തന്റെ ശ്രവണമുടങ്ങൾ കൂർപ്പിച്ച് കേൾക്കുമ്പോ ഇല്ല, ഈശ്വരോടൊന്നും പറയാനില്ല, അനീതങ്ങളോടൊന്നും പറയാനില്ല. എന്നെ കേൾക്കുന്ന കുറുകയിലെ നിവാസികള് ദിനത്തിനോടനുബന്ധിച്ച് മീലാദ് പ്രഭാഷണം കേൾക്കുകയും നടത്തുകയും ചെയ്യുന്ന നമ്മളോർക്കണോ, ആ മലക്കുൽ മൗത്ത് അസ്രായിൽ വന്ന റൂഹിനെ പിടിക്കുമ്പോ തന്റെ ശരീരം ചലിക്കാൻ പറ്റാത്ത അസഹ്യമായ വേദന അനുഭവിക്കുമ്പോ അവിടുത്തെ ചുണ്ട് ചലിച്ചതെന്തിനെന്നറിയോ? ഉമ്മത്തി 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 അസ്വലാ. മരണസമയം എന്നെയും നിങ്ങളെയും ഓർത്ത് സമുദായമേ, എന്റെ സമുദായമേ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന് മരിക്കുന്ന സമയത്തും നമ്മെ മറക്കാത്ത മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ ഘട്ടം മറക്കുകയാണ്. എല്ലാവരും നമുക്കെതിരാണ്.